പാർട്ടിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നേരിട്ട് വന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കയ്യെത്താ ദൂരത്ത് പാർട്ടി സെക്രട്ടറി വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കയ്യെത്താ ദൂരത്ത് ഒരു വലിയ നേതാവ് പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. CPM-ൽ നിന്നും ഒരുത്തനും അങ്ങനെ BJP പോകില്ല എന്നും CPM BJP-യിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജന്റ് അല്ല എന്നും അത് കോൺഗ്രസ് ആണ് BJP-യിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടി എന്നും അതുകൊണ്ട് കോൺഗ്രസ് എപ്പോഴും ആരാ ഉണ്ടെങ്കിലും നിങ്ങൾ നേതാവായി വാരിക്കുമ്പോൾ സൂക്ഷിക്കണം, അവർ നാളെ എല്ലാം BJP-യിലേക്ക് പോകും എന്നൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്ന CPM-ന് കിട്ടിയിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇനി പോയ നേതാവിനെ കുറിച്ച് ഇനി CPM നിരവധി കാര്യങ്ങൾ ഇനി പറയും. അയാൾ മോശക്കാരനാണ്, ഞങ്ങൾ നടപടിയെടുത്തവനാണ്, അയാൾ പെണ്ണ് കേസിൽപ്പെട്ടവനാണ്, ഗാർഹിക പീഡനത്തിൽപ്പെട്ടവനാണെന്നൊക്കെ പറയുമായിരിക്കും പിന്നീട്. ഓക്കെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നുകൊട്ടെ. പക്ഷേ ഒരു SFIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചവർ, DYFIയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നേതാവാണ് ഇപ്പോൾ CPM വിട്ടിട്ട് BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കയ്യെത്താ ദൂരത്താണ്, അതായത് ഇനി ഞാൻ പറയാം, കരുനാഗപ്പള്ളിയിലാണ് അദ്ദേഹം നമ്മുടെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അവിടുത്തെ ഏരിയ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കശപിശകളും ബഹളങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തുകയും പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് തൊട്ടപ്പുറത്ത് കായംകുളത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ വിപിൻ സി ബാബു പാർട്ടിയിൽ നിന്നും പുറത്തു പോയിരിക്കുകയും അയാൾ സ്വയം BJP-യിൽ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് BJP-യുടെ ഒരു പ്രത്യേക പാർട്ടി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദേശീയ നേതാക്കന്മാരുൾപ്പെടെ ഉണ്ട്, പ്രമുഖന്മാരായ പല നേതാക്കളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്. അവിടെ വച്ച് കാവി ഷാൾ അണിയുകയും ചെയ്തു എന്നത് പാർട്ടിക്ക് ഒരുപക്ഷെ ഞെട്ടലുണ്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കില്ലായിരിക്കും. എന്തായാലും എം.വി. ഗോവിന്ദൻ മറുപടി പറയേണ്ടതാണ്. ഇദ്ദേഹം പാർട്ടി പുറത്തു പോയതിനെക്കുറിച്ച് പറയുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറയുമായിരിക്കും, അയാൾ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന്. പക്ഷേ ഈ വിപിൻ സി ബാബു പറഞ്ഞിരിക്കുന്നത് ഈ ആലപ്പുഴയിൽ ഇനിയും ആലപ്പുഴ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഭാഗീയത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഇവിടെ നിന്ന് ഈ കായംകുളം പ്രദേശത്ത് നിന്നും ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇനി ആയിരക്കണക്കിന് പേർ BJP-യിലേക്ക് കൂറുമാറി വരും, അല്ലെങ്കിൽ ചേക്കേറും, BJP-യിലേക്ക് മാറും എന്നാണ് ഈ വിപിൻ സി ബാബു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു പുതിയ പാർട്ടി ചെന്ന് കയറിയിട്ട് അതിൻ്റെ ഒരു പുതുമോടിയിൽ പറയുന്നതായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. വിപിൻ സി ബാബു പറയുന്നത് പോലെ ആ പ്രദേശത്ത് നിന്നും എത്ര പേര് ഇതിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഒരു വല്ലാത്ത ചലനമാണ്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ഉരുൾപൊട്ടലാണ് പാർട്ടിക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 4-5 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പാർട്ടി സഖാക്കളെല്ലാം കൂടി ചുവന്ന് കൊടി പിടിച്ച് അവരെ കളിയാക്കിക്കൊണ്ട്, അതായത് പലതരത്തിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുമായിട്ട് പ്രകടനം നടത്തില്ല. അങ്ങനെ പ്രകടനം നടത്തിയെന്ന് വന്നപ്പോൾ തന്നെ, ആ വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു, CPM എന്നുള്ള പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലും വല്ലാത്ത ഉരുൾപൊട്ടലും വല്ലാത്ത ജീർണതയാണ് പോയിരിക്കുന്നതെന്ന്. എന്തായാലും വിപിൻ സി ബാബു പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ചില വർഗീയ അജണ്ട ഉള്ളവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വർഗീയ പാർട്ടിയിലേക്കാണ് CPM-നെ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം പോലും അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതൊരു വർഗീയ പാർട്ടിയായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനെ കണക്കാക്കാൻ പറ്റില്ല, ഒരു വർഗീയ അജണ്ടയുള്ള പാർട്ടിയായിട്ടാണ് അത് മാറുന്നത് എന്ന് പറയുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഈ സംഭവത്തിന് തൊട്ട് മുമ്പാണ് G. സുധാകരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അയലോക്കത്ത് നടന്ന യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയത്. എന്തായാലും ആലപ്പുഴയിൽ വിപിൻ സി ബാബുവിൻ്റെ തുടക്കം ഒരു വല്ലാത്ത ഒരു ഒഴുക്കായിട്ട്, BJP-യിലേക്കുള്ള ഒഴുക്കായിട്ട് മാറുമോ? വിപിൻ സി ബാബു പറഞ്ഞത് ശരിയായിരിക്കുമോ? കാത്തിരിക്കാം.